ഹായ് ഓൾ. ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സബ്ജക്റ്റ് വൈസ് ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര സംഘടനകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്താണ് ഈ അന്താരാഷ്ട്ര സംഘടനകൾ UN ആൻഡ് അതർ ഓർഗനൈസേഷൻ എന്നുള്ള ടോപ്പിക്ക് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം, നമ്മളത് പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സർവ്വരാജ്യസഖ്യം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സമാധാന സംഘടനയാണ് സർവ്വരാജ്യസഖ്യം. എന്താണ് സർവ്വരാജ്യസഖ്യം? അത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സമാധാന സംഘടനയാണ് സർവ്വരാജ്യസഖ്യം എന്ന് പറയുന്നത്. സർവ്വരാജ്യസഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ച മുൻ അമേരിക്കൻ പ്രസിഡൻ്റാണ് വുഡ്രോ വിൽസൺ. അപ്പം ആരാണ് സർവ്വരാജ്യസഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത്? അത് അമേരിക്കൻ മുൻ പ്രസിഡൻ്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ ആണ്. സർവ്വരാജ്യസഖ്യം എന്താണ്? ഒന്നും കൂടെ പറഞ്ഞേ, എൻ്റെ കൂടെ പറഞ്ഞേ. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട സമാധാന സംഘടനയാണ് സർവ്വരാജ്യസഖ്യം. സർവ്വരാജ്യസഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് മുൻ അമേരിക്കൻ പ്രസിഡൻ്റായ വുഡ്രോ വിൽസൺ ആണ്. രണ്ട് സെൻറ്റൻസും പഠിച്ചല്ലോ. ലോക സമാധാനത്തിന് വേണ്ടി പ്രശസ്തമായ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് വുഡ്രോ വിൽസൺ ആണ്. ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രശസ്തമായ 14 നിർദ്ദേശങ്ങൾ ആരാണ് മുൻപോട്ട് വെച്ചത്? വുഡ്രോ വിൽസൺ ആണ്. 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് എവിടെയാണ്? 1919 പാരീസ് സമാധാന സമ്മേളനത്തിലാണ്. അപ്പോൾ ലോക സമാധാനത്തിനായിട്ട് വുഡ്രോ വിൽസൺ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ 14 നിർദ്ദേശങ്ങൾ എവിടെയാണ് അവതരിപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 1919 പാരീസ് സമാധാന സമ്മേളനത്തിലാണ്. 1920 ജനുവരി 10 സർവ്വരാജ്യസഖ്യം നിലവിൽ വന്നു. എന്നാണ് സർവ്വരാജ്യസഖ്യം നിലവിൽ വരുന്നത്? 1920 ജനുവരി 10. അപ്പോൾ 1920 ജനുവരി 10 സർവ്വരാജ്യസഖ്യം നിലവിൽ വന്നത്. സർവ്വരാജ്യസഖ്യം നിലവിൽ വരുമ്പോൾ 42 അംഗരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. സർവ്വരാജ്യസഖ്യം നിലവിൽ വരുമ്പോൾ എത്ര അംഗരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? 42. 1920 ജനുവരി 10 നിലവിൽ വരുന്നു. ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? വുഡ്രോ വിൽസൺ ആണ് മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ സർവ്വരാജ്യസഖ്യം നിലവിൽ വരുമ്പോൾ എത്ര രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? 42 അംഗരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. സർവ്വരാജ്യസഖ്യത്തിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലായിരുന്നു. എവിടെയാണ് സർവ്വരാജ്യസഖ്യത്തിൻ്റെ ആസ്ഥാനം? അത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് സർവ്വരാജ്യസഖ്യത്തിൻ്റെ ആസ്ഥാനം. സർവ്വരാജ്യസഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻ്റ് എന്നാണ്. എന്താണ് കവനൻ്റ്? കവനൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവ്വരാജ്യസഖ്യത്തിൻ്റെ ഭരണഘടനയാണ് കവനൻ്റ്. സർവ്വരാജ്യസഖ്യത്തിൻ്റെ ഭരണഘടനയാണ് കവനൻ്റ്. ആസ്ഥാനം ജനീവയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ആദ്യ സമ്മേളനം 1920 ജനുവരി 10 വന്ന സർവ്വരാജ്യസഖ്യത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? അത് പാരീസിലാണ്. എന്നാണ്? 1920 ജനുവരി 16. അപ്പോൾ സർവ്വരാജ്യസഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10 ഈ സർവ്വരാജ്യസഖ്യത്തിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് പാരീസിൽ വെച്ചിട്ടാണ് 1920 ജനുവരി 16. ആദ്യത്തെ സെക്രട്ടറി ജനറലാണ് ജെയിംസ് എറിക് ഡ്രമണ്ട്. ആരാണ് സർവ്വരാജ്യസഖ്യത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് ചോദിച്ചാൽ അത് ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്. അവസാന സെക്രട്ടറി ജനറൽ സീൻ ലെസ്റ്റർ ആണ്. അവസാനത്തെ സെക്രട്ടറി ജനറൽ സീൻ ലെസ്റ്റർ. സർവ്വരാജ്യസഖ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സർവ്വരാജ്യസഖ്യത്തിൻ്റെ ലക്ഷ്യം രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്നതായിരുന്നു സർവ്വരാജ്യസഖ്യത്തിൻ്റെ ലക്ഷ്യം. സർവ്വരാജ്യസഖ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്നതായിരുന്നു സർവ്വരാജ്യസഖ്യത്തിൻ്റെ ലക്ഷ്യം. ഇനി സർവ്വരാജ്യസഖ്യത്തിൽ ചേരാതിരുന്ന പ്രബല രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, USSR തുടങ്ങിയ പ്രബല രാജ്യങ്ങൾ സർവ്വരാജ്യസഖ്യത്തിൽ അംഗരാജ്യങ്ങളായിരുന്നില്ല.
1946 ഏപ്രിൽ 20 സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിടുന്നു. അപ്പോൾ 1920 ജനുവരി 10 വന്ന സർവ്വരാജ്യ സഖ്യം എന്നാണ് പിരിച്ചുവിടുന്നത്? അത് 1946 ഏപ്രിൽ 20. 1946 ഏപ്രിൽ 20 സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടു. രണ്ടാം ലോക മഹായുദ്ധം തടയാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സർവ്വരാജ്യ സംഘത്തിൻ്റെ പ്രവർത്തനം നിലച്ചത്. അപ്പോൾ സർവ്വരാജ്യ സംഘത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം എന്താണ്? അത് രണ്ടാം ലോക മഹായുദ്ധം തടയാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഇതിനെ തുടർന്നാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രവർത്തനം നിലച്ചത്. സർവ്വരാജ്യ സഖ്യം പരാജയപ്പെടാനുണ്ടായ മറ്റൊരു കാരണമാണ് ജർമ്മൻ നേതാവായ ഹിറ്റ്ലറുടെ സാമ്രാജ്യത്വ മോഹം. അപ്പോൾ സർവ്വരാജ്യ സഖ്യം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ കാരണമായിട്ട് പറയാൻ പറ്റുന്നത് രണ്ടാമതൊരു ലോക മഹായുദ്ധം വരുന്നത് തടയാൻ സാധിച്ചില്ല. സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വന്നത് അല്ലേ. പിന്നെ രണ്ടാമതൊരു കാരണം പറയുന്നത് ജർമ്മൻ നേതാവായ ഹിറ്റ്ലറുടെ സാമ്രാജ്യത്വ മോഹവും ഈ സർവ്വരാജ്യ സഖ്യം പരാജയപ്പെടാനുണ്ടായ ഒരു കാരണമാണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഐക്യരാഷ്ട്രസഭയെ കുറിച്ചാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, UNO, ഐക്യരാഷ്ട്രസഭ ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന എന്താണ്? ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നതിന് പശ്ചാത്തലമായ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 1941 ഓഗസ്റ്റ് 14. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് പശ്ചാത്തലമായ ചാർട്ടറാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 1941 ഓഗസ്റ്റ് 14. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന FD റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിലുമാണ് ചാർട്ടറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ ആരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്? അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന FD റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിലുമാണ് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച യുക്രൈനിലെ യാൾട്ട സമ്മേളനത്തിൽ 1945 പങ്കെടുത്ത നേതാക്കളാണ് റൂസ്വെൽറ്റ്, ചർച്ചിൽ, സ്റ്റാലിൻ എന്നിവർ. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് 1945 യുക്രൈനിലെ യാൾട്ടയിൽ വെച്ച് ഒരു സമ്മേളനം നടക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് റൂസ്വെൽറ്റ്, അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു അല്ലേ, റൂസ്വെൽറ്റ്, ചർച്ചിൽ, സ്റ്റാലിൻ എന്നിവർ. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്രസഭ എന്നാണ് ഔദ്യോഗികമായി നിലവിൽ വന്നത്? 1945 ഒക്ടോബർ 24. ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപിലാണ്. എവിടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം? ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപ്. UN ആസ്ഥാനത്തിന് സൗജന്യമായി സ്ഥലം നൽകിയ വ്യക്തിയാണ് ജോൺ ഡി റോക്ക്ഫെല്ലർ. 1947 ഒക്ടോബർ 20 UN പതാക നിലവിൽ വന്നു. എന്നാണ് UN പതാക നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 1947 ഒക്ടോബർ 20. UN പതാകയുടെ നിറം എന്താണ്? ഇളം നീല നിറമാണ് UN പതാകയുടെ നിറം. UN പതാകയുടെ മധ്യത്തിലുള്ള ചിഹ്നമാണ് 2 ഒലീവ് ചില്ലകൾക്കിടയിലെ ലോക ഭൂപടം. UN പതാകയുടെ ഇളം നീല നിറമാണ്. ഇനി പതാകയുടെ മധ്യത്തിലുള്ള ചിഹ്നമാണ് 2 ഒലീവ് ചില്ലകൾക്കിടയിലെ ലോക ഭൂപടം. ഐക്യരാഷ്ട്രസഭയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചത് അമേരിക്കൻ പ്രസിഡന്റാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രഥമ ജനറൽ മീറ്റിംഗ് നടന്നത് 1946 ലണ്ടനിൽ വെച്ചിട്ടാണ്. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് എന്നാണ്? 1945 ഒക്ടോബർ 24. ഇതിൻ്റെ ആദ്യത്തെ ജനറൽ മീറ്റിംഗ് നടന്നത് 1946 ലണ്ടനിൽ വെച്ചിട്ടാണ്. UN ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 24. UNOയുടെ ആപ്തവാക്യമാണ് ഇത് നിങ്ങളുടെ ലോകം. എന്നാണ് UN ദിനം? ഒക്ടോബർ 24. ഇനി UNOയുടെ ആപ്തവാക്യം എന്താണ്? ഇത് നിങ്ങളുടെ ലോകം എന്നുള്ളതാണ്.
UNOയുടെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവയിലാണ്. UNOയുടെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെയാണ്? അത് ജനീവയിലാണ്. ഇനി യുഎന്നിൻ്റെ നിയമപുസ്തകമാണ് UN ചാർട്ടർ. യുഎന്നിൻ്റെ നിയമപുസ്തകം എന്താണ്? അത് UN ചാർട്ടറാണ്. UN ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയത് ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ്. ഈ UN ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത് ആരാണ്? അത് ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ്. UN ചാർട്ടർ ഒപ്പുവെച്ചത് 1945 ജൂൺ 26-നാണ്. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം നടന്നത് എവിടെയാണ്? അത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. UN ചാർട്ടർ എന്ന നിലയിൽ വന്നത് 1945 ഒക്ടോബർ 24-നാണ്. UN ചാർട്ടറിലെ ആദ്യഘട്ടത്തിൽ ഒപ്പുവെച്ചത് 50 രാജ്യങ്ങളാണ്. ഇതിൽ ഇന്ത്യ ഒപ്പുവെച്ചത് 1945 ജൂൺ 26-നാണ്. UN ചാർട്ടറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് എന്നാണ്? അത് 1945 ജൂൺ 26-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഔദ്യോഗികമായി അംഗമായത് ഒക്ടോബർ 30-നാണ്. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പിട്ടത് രാമസ്വാമി മുതലിയാരാണ്. ആരാണ് ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പിട്ടത്? രാമസ്വാമി മുതലിയാരാണ്. UN ചാർട്ടറിൽ ഒപ്പിട്ട 51ാമത്തെ രാജ്യം പോളണ്ടാണ്. അപ്പോൾ ഇന്ത്യ ഒപ്പിട്ടത് 50ാമതായിട്ടാണ് അല്ലേ. ആരാണ്? രാമസ്വാമി മുതലിയാരാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ടത്. ഇനി ഔദ്യോഗിക ഭാഷകളെ പറ്റിയാണ് പറയുന്നത്. UNലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6 ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, അറബിക്, സ്പാനിഷ്. UNലെ ഇത് PSC ചോദിച്ചിട്ടുണ്ട്. UNലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 6 ഭാഷകളാണ്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, അറബിക്, സ്പാനിഷ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, അറബിക്, സ്പാനിഷ്. ഓക്കെ. UN അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. 6ാമത്തെ ഭാഷയായി അറബിക് ഉൾപ്പെടുത്തിയത് 1973-ലാണ്. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. ഈ ലൈബ്രറി നാമകരണം ചെയ്തിരിക്കുന്നത് ഡാഗ് ഹാമൻഡ് ഷോൾഡിൻ്റെ പേരിലാണ്. UN സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. UN സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്റ്റാറിക്കയിലാണ്. ഇനി നമുക്ക് UNൻ്റെ അംഗരാജ്യങ്ങളെ പറ്റി നോക്കാം. UNൽ 193 അംഗരാജ്യങ്ങളാണ് നിലവിലുള്ളത്. UNൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യമാണ് വത്തിക്കാൻ. UNൽ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം തായ്വാനും യൂറോപ്യൻ രാജ്യം വത്തിക്കാനും. UNൽ നിന്നും പുറത്താക്കപ്പെട്ട ഏഷ്യൻ രാജ്യമാണ് തായ്വാൻ 1971. പുറത്താക്കപ്പെട്ട രണ്ടാമത്തെ രാജ്യമാണ് യുഗോസ്ലാവിയ 1992. UNലെ അവസാനത്തെ അംഗരാജ്യം ഏതാണ്? അത് ദക്ഷിണ സുഡാനാണ് 2011. അപ്പോൾ അവസാനത്തെ അംഗരാജ്യം ഓർത്തോണം, ദക്ഷിണ സുഡാൻ. 190ാമത്തെ അംഗം സ്വിറ്റ്സർലാൻഡ്, 191ാമത്തെ അംഗം കിഴക്കൻ തിമൂർ, 192ാമത്തെ അംഗം മോണ്ടിനെഗ്രോ ആൻഡ് 193ാമത്തെ അംഗമാണ് ദക്ഷിണ സുഡാൻ 2011. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാം. അതിൽ ആദ്യത്തേതാണ് പൊതുസഭ. പൊതുസഭയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂയോർക്കിലാണ്. പൊതുസഭയുടെ ആസ്ഥാനം വരുന്നത് ന്യൂയോർക്കിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ എല്ലാ അംഗരാജ്യങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഘടകമാണ് പൊതുസഭ. അപ്പോൾ പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. ഈ പൊതുസഭ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള ഈ 193 അംഗരാജ്യങ്ങൾക്കും ഈ പൊതുസഭയിൽ തുല്യ പ്രാധാന്യം നൽകുന്നു. പൊതുസഭയെയാണ് ലോക പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ലോക പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? അത് UNൻ്റെ പൊതുസഭയാണ്. പൊതുസഭയെ വാക് ഫാക്ടറി എന്നും അറിയപ്പെടുന്നു. ലോകത്തിൻ്റെ സമ്മേളന നഗരി എന്നറിയപ്പെടുന്നത് ഈ UNൻ്റെ പൊതുസഭയെയാണ്. UNൻ്റെ കാര്യവിചാര സഭ എന്നും അറിയപ്പെടുന്നു. പൊതുസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ലണ്ടനിലാണ്. അന്ന് 51 രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്. പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസാക്കാൻ വേണ്ടി ഭൂരിപക്ഷം 2/3 ഭൂരിപക്ഷം വേണം. പൊതുസഭയിലേക്ക് ഒരു അംഗരാഷ്ട്രത്തിന് 5 പ്രതിനിധികളെ അയക്കാം. എന്നാൽ ഒരു രാഷ്ട്രത്തിന് 1 വോട്ട് മാത്രം. അപ്പോൾ പൊതുസഭയിലേക്ക് 5 അംഗരാജ്യങ്ങളെ അയക്കാൻ പറ്റും. പക്ഷേ ഒരു രാജ്യത്തിന് എത്ര വോട്ടുണ്ട്? 1 വോട്ടേ ഉള്ളൂ. പൊതുസഭയിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെ കാലാവധി 1 വർഷമാണ് വരുന്നത്. UN സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നത് രക്ഷാസമിതിയുടെ നിർദ്ദേശം അനുസരിച്ച് പൊതുസഭയാണ്. അപ്പോൾ UN സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? രക്ഷാസമിതിയുടെ നിർദ്ദേശപ്രകാരം
എന്നിൻ്റെ മറ്റൊരു ഘടകമാണ് രക്ഷാസമിതി. ഈ രക്ഷാസമിതിയുടെ നിർദ്ദേശം പ്രകാരം പൊതുസഭയാണ് തിരഞ്ഞെടുക്കുന്നത്. പൊതുസഭയുടെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? സെക്രട്ടറി ജനറലാണ്. പൊതുസഭയുടെ അധ്യക്ഷത വഹിക്കുന്നത് സെക്രട്ടറി ജനറലാണ്. യുഎന്നിൻ്റെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന സെക്രട്ടേറിയറ്റിൻ്റെ തലവനാണ് സെക്രട്ടറി ജനറൽ. UN പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റാണ് പോൾ ഹെൻറി സ്പാക്ക്. ബെൽജിയംകാരനായ പോൾ ഹെൻറി സ്പാക്ക് ആണ് UN പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റ്. ഇനി രണ്ടാമത്തെ ഘടകമാണ് രക്ഷാസമിതി. രക്ഷാസമിതിയുടെ ആസ്ഥാനവും എവിടെയാണ്? ന്യൂയോർക്കിലാണ് അല്ലേ? പൊതുസഭയുടെ ആസ്ഥാനവും ന്യൂയോർക്കിലാണ്, രക്ഷാസമിതിയുടെ ആസ്ഥാനവും ന്യൂയോർക്കിലാണ്. യുഎന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് രക്ഷാസമിതി. യുഎന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് രക്ഷാസമിതി. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള UN ഘടകമാണ് രക്ഷാസമിതി. രക്ഷാസമിതി എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും. രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 തന്നെയാണ്. ഒരു രാജ്യത്തിന് അംഗത്വം നൽകുന്നതിന് സുപ്രധാന തീരുമാനമെടുക്കുന്നത് രക്ഷാസമിതിയാണ്. അപ്പോൾ ഒരു രാജ്യത്തിന് UN അംഗമാകണമെങ്കിൽ എന്താണ് അതിന് തീരുമാനമെടുക്കാനുള്ള പവർ രക്ഷാസമിതിക്കാണ്. നമ്മൾ പറഞ്ഞു മുകളിൽ രക്ഷാസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പൊതുസഭ ഒരു രാജ്യത്തിന് അംഗത്വം നൽകുന്നത്. അടുത്തത് സാമ്പത്തിക സാമൂഹിക സമിതി. ഇതിൻ്റെ ആസ്ഥാനവും ന്യൂയോർക്കിൽ തന്നെയാണ്. യുഎന്നിൻ്റെ രാഷ്ട്രീയേതര ഘടകമാണ് സാമ്പത്തിക സാമൂഹിക സമിതി. യുഎന്നിൻ്റെ പ്രധാന ഘടകങ്ങളുടെയും വിവിധ അനുബന്ധ ഏജൻസികളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന UN ഘടകമാണ് സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയുന്നത്. 3 വർഷമാണ് ഇവിടെ അംഗങ്ങളുടെ കാലാവധി വരുന്നത്. 1/3 ഭാഗം വർഷം തോറും വിരമിക്കുന്നു. സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് 12 കമ്മീഷനുകളാണ്. ഇപ്പോൾ ഈ സാമ്പത്തിക സാമൂഹിക സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് 12 കമ്മീഷനുകളാണ്. അടുത്തതാണ് പരിരക്ഷണ സമിതി. പരിരക്ഷണ സമിതി സ്വാതന്ത്ര്യവും സ്വയംഭരണവും നേടാത്ത രാജ്യങ്ങളിലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ഘടകമാണ്. യുഎന്നിൻ്റെ കാലഹരണപ്പെട്ട ഘടകമാണ് പരിരക്ഷണ സമിതി. ഇപ്പോൾ അത് നിലവിലില്ല. 1994 ഇത് സസ്പെൻഡ് ചെയ്തു. ഈ സമിതിയിൽ 11 ട്രസ്റ്റുകളായിരുന്ന രാജ്യങ്ങൾ 11 എണ്ണമായിരുന്നു. അവസാനമായി സമിതി വിട്ടുപോയ രാജ്യമാണ് പലാവു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിമാരായിരുന്ന ഇന്ത്യക്കാരാണ് BN റാവു, നഗേന്ദ്ര സിംഗ്, RS പഥക്, ദൽബീർ ഭണ്ഡാരി എന്നിവർ. ഇത് എക്സ്ട്രാ ഫാക്റ്റാണ്. അന്താരാഷ്ട്ര കോടതിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരനാണ് ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ 2012 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ ജസ്റ്റിസാണ് ദൽബീർ ഭണ്ഡാരി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ BN റാവു ആണ്. അത് ഓർത്തോണം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ BN റാവു ആണ്. കോടതിയിൽ കോറം തികയാൻ 9 ജഡ്ജിമാരാണ് ഹാജരാകേണ്ടത്. കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്, ഫ്രഞ്ച് എന്നിവയാണ്. ഇനി അടുത്തത് പറയുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെക്കുറിച്ചാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനമാണ് ഹോഗാണ്. എവിടെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം? ഹോഗാണ്. 1998 ജൂലൈ 14 ഇത് സ്ഥാപിതമാകുന്നത്. നിലവിൽ വന്നത് 2002 ജൂലൈ 1. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുവാൻ വേണ്ടി സ്ഥാപിതമായ കോടതിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ 18 ജഡ്ജിമാരാണ് ഉള്ളത്. ഈ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി 9 വർഷമാണ്. കോടതിയുടെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫിലിപ്പ് ക്രിഷ് ആണ്. കാനഡക്കാരനായ ഫിലിപ്പ് ക്രിഷ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ 123 അംഗരാജ്യങ്ങളുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വിചാരണ ചെയ്ത് ശിക്ഷിച്ച ആദ്യ രാഷ്ട്രത്തലവനാണ് സദ്ദാം ഹുസൈൻ. UN സെക്രട്ടറി ജനറൽമാരെ പറ്റിയാണ് പറയുന്നത്. യുഎന്നിൻ്റെ പ്രഥമ സെക്രട്ടറി ജനറലാണ് നോർവേക്കാരനാണ് ട്രിഗ്വേലി. ആരാണ് യുഎന്നിൻ്റെ പ്രഥമ സെക്രട്ടറി ജനറൽ? നോർവേക്കാരനായ ട്രിഗ്വേലിയാണ്. സ്ഥാനം രാജിവെച്ച ആദ്യ സെക്രട്ടറിയും ഇദ്ദേഹം തന്നെയാണ്. യുഎന്നിൽ പ്രഥമ ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ആയത് ഗ്ലാഡ്വിൻ ജബ് ആയിരുന്നു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർ ഷോൾഡ്. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതാണ് ഡാഗ് ഹാമർ ഷോൾഡ്. മരണാനന്തരം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഇദ്ദേഹത്തിന് ലഭിച്ചു 1961. യുഎന്നിൻ്റെ 3ാമത്തെ സെക്രട്ടറി ജനറലാണ് യുതാണ്ട്. സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരൻ മ്യാൻമാറുകാരനായ യുതാണ്ടാണ്. ഓസ്ട്രേലിയൻ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച UN സെക്രട്ടറി ജനറലാണ് കുർട്ട് വാൾഡ് ഹോം.
ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ സെക്രട്ടറി ജനറലാണ് ജാവിയൻ പെരസ് ഡി കൊയർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യ സെക്രട്ടറി ജനറലാണ് ബുട്രോസ് ഖാഗി. ഏറ്റവും കുറച്ചു കാലം സർവീസിലിരുന്ന സെക്രട്ടറി ജനറലാണ് ബുട്രോസ് ഖാഗി. കറുത്ത വർഗ്ഗക്കാരനായ ഏക UN സെക്രട്ടറി ജനറലാണ് കോഫി അന്നൻ. UN-നോടൊപ്പം 2001 സമാധാന നോബൽ പുരസ്കാരം നേടിയത് കോഫി അന്നനാണ്. സെക്രട്ടറി ആകുന്നതിന് മുമ്പ് ദക്ഷിണ കൊറിയൻ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ബാൻ കി മൂൺ. പോർച്ചുഗലിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു UN സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ് പല ക്വസ്റ്റ്യൻ പേപ്പറിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. UN അണ്ടർ സെക്രട്ടറിയായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരനും ഇദ്ദേഹമാണ്. UN പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. ഇനി ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയും എന്നുള്ളതാണ് പഠിക്കുന്നത്. UN പൊതുസഭയുടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN പൊതുസഭയുടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. 1953 വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇന്ത്യൻ പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റ് ആകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് PN ഭഗവതി. UN-ൽ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ചത് മാതാ അമൃതാനന്ദമയിയാണ്. UN-ൽ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ചത് ആരാണ്? മാതാ അമൃതാനന്ദമയി. തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് ഐക്യരാഷ്ട്രസഭയിൽ റെക്കോർഡിട്ട മലയാളിയാണ് VK കൃഷ്ണമേനോൻ. പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ തുടർച്ചയായി 8 മണിക്കൂർ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച് റെക്കോർഡിട്ടു. UN-ൽ ആദ്യമായി ഹിന്ദിയിൽ സംസാരിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആയിരുന്നു. UN രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ പാടാൻ അവസരം ലഭിച്ച ഭാരതീയ സംഗീതജ്ഞയാണ് MS സുബ്ബലക്ഷ്മി. ഇന്ത്യയിലെ UN ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. UN ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത കൗർ. UN സിവിൽ പോലീസ് ഉപദേഷ്ടാവായ ഇന്ത്യക്കാരിയാണ് കിരൺ ബേദി. അടുത്തത് UN-നുമായി ബന്ധപ്പെട്ട പ്രധാന ഏജൻസികളാണ്. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇതിൻ്റെ ആസ്ഥാനം ജനീവയിലാണ്. 1919 ഇത് രൂപീകരിക്കുന്നത്. 187 അംഗരാജ്യങ്ങളാണ് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയിൽ ഉള്ളത്. UN-ൻ്റെ ആദ്യ പ്രത്യേക ഏജൻസിയാണ് ILO. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന. ഇതിൻ്റെ പ്രത്യേക ഏജൻസി UN-ൻ്റെ പ്രത്യേക ഏജൻസിയായി മാറുന്നത് 1946 19 വന്നു, 46 UN-ൻ്റെ പ്രത്യേക ഏജൻസിയായിട്ട് മാറുന്നത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 1969 ലഭിച്ചിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആപ്തവാക്യമാണ് ഇഫ് യു ഡിസയർ പീസ് കൾട്ടിവേറ്റ് ജസ്റ്റിസ് എന്നുള്ളത്. ഇഫ് യു ഡിസയർ പീസ് കൾട്ടിവേറ്റ് ജസ്റ്റിസ്. ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു UN ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന. ത്രികക്ഷി ഭരണ സംവിധാനത്തിലെ പ്രതിനിധികളാണ് ഗവൺമെൻറ്, തൊഴിൽ ദാതാവ്, തൊഴിലാളി എന്നിവർ. അടുത്തതാണ് ലോക കാലാവസ്ഥാ സംഘടന. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനവും ജനീവയിൽ തന്നെയാണ്. 1950 ഇത് സ്ഥാപിതമായത്. ലോക കാലാവസ്ഥയെയും മറ്റ് അന്തരീക്ഷ പ്രതിഭാസത്തെയും കുറിച്ചുള്ള പഠനവും വിവര കൈമാറ്റവും നടത്തുന്ന UN ഏജൻസിയാണ് ലോക കാലാവസ്ഥാ സംഘടന. ഇതിൻ്റെ മുൻഗാമിയാണ് ഇൻ്റർനാഷണൽ മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. ഈ ഇൻ്റർനാഷണൽ മെട്രോളജിക്കൽ അസോസിയേഷൻ സ്ഥാപിതമാകുന്നത് 1873. അടുത്തതാണ് ലോകാരോഗ്യ സംഘടന WHO. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയിലാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക, രോഗനിവാരണ പദ്ധതികൾ നടപ്പിലാക്കുക എന്നീ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് WHO. സ്ഥാപിതമാകുന്നത് 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം എന്നാൽ ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഈ WHO-യിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട്? 194 അംഗരാജ്യങ്ങളുണ്ട്. ഇതിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലാണ് ഗ്രോ ഹാർലം ബുണ്ടറ്റ്ലൻഡ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രസിഡന്റായ ഭാരതീയ വനിതയാണ് രാജ്കുമാരി അമൃത കൗർ. പ്രസിദ്ധീകരണമാണ് വേൾഡ് ഹെൽത്ത് റിപ്പോർട്ട് എന്നത്. അടുത്ത അന്താരാഷ്ട്ര വാർത്താ വിനിമയ യൂണിയനാണ്
ആസ്ഥാനം ജനീവ തന്നെയാണ്. 1865 മെയ് 17 സ്ഥാപിക്കുന്നു. വാർത്താവിനിമയ സംവിധാനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ നിയന്ത്രണ രൂപരേഖ, സഹകരണം എന്നിവ നടപ്പാക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. മെയ് 17 ലോക ടെലി കമ്മ്യൂണിക്കേഷൻ ദിനം. ലോക ടെലിവിഷൻ ദിനം ഏപ്രിൽ 21 ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിൽ, ഇതിൻ്റെ ആസ്ഥാനം ഇവിടെ തന്നെയാണ്, ജനീവ തന്നെയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1946 ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കൗൺസിലായി മാറിയത് 2006 1948 ഡിസംബർ 10 UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. എന്നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കുന്നത്? 1948 ഡിസംബർ 10. അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിൻ്റെ അന്താരാഷ്ട്ര മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. മനുഷ്യവംശത്തിൻ്റെ അന്താരാഷ്ട്ര മാഗ്ന കാർട്ട എന്നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് വിശേഷിപ്പിച്ചത്. അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിച്ചത് 1950 മുതലാണ്. ഇനി അടുത്തതാണ് ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ. ഇതിൻ്റെ ആസ്ഥാനവും ജനീവ തന്നെയാണ്. 1950 ഡിസംബർ 14 ഈ സംഘടന സ്ഥാപിതമാകുന്നത്. അഭയാർത്ഥി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക, സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങൾക്കാണ് ഈ സംഘടന പ്രവർത്തിച്ചത്. ഐക്യരാഷ്ട്ര വ്യാപാര വികസന കോൺഫറൻസ് ആണ് അടുത്തത്. ഇതിൻ്റെ ആസ്ഥാനം ഇവിടെ തന്നെയാണ്, ജനീവ തന്നെയാണ്. 1964 ഈ സംഘടന വരുന്നത്. വികസിത അവികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച വ്യാപാരത്തിലൂടെ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് UNCTAD. അടുത്ത സംഘടനയാണ് ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന. ഇതിൻ്റെ ആസ്ഥാനവും ജനീവ തന്നെയാണ്. 1967 ഈ സംഘടന രൂപം കൊള്ളുന്നത്. ലോകത്താകമാനം ബൗദ്ധിക സ്വത്തവകാശം സംരക്ഷിക്കുക, കരാറുകൾ രൂപീകരിക്കുക തുടങ്ങിയവ ലക്ഷ്യമാക്കിയുള്ള സംഘടനയാണ് ഇത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയാകുന്നത് 1974 ബൗദ്ധിക സ്വത്തവകാശ ദിനം എന്നാണ് ഏപ്രിൽ 26. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ലോക വ്യാപാര സംഘടന. ആസ്ഥാനം ജനീവയാണ്. 1995 ജനുവരി 1 നിലവിൽ വരുന്നത്. 164 അംഗരാജ്യങ്ങളുണ്ട്. ഇതിൻ്റെ രൂപീകരണത്തിന് കാരണമായി തീർന്ന നിർണായക ഉച്ചകോടിയാണ് മെറാക്കോ ഉച്ചകോടി 1994. ഇന്ത്യ WTOയിൽ അംഗമാകുന്ന 95 ജനുവരി 1 നികുതികൾ നിയന്ത്രിച്ച് അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത് GATT ആണ്, ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്നത്. അപ്പോൾ നമ്മുടെ WTOയുടെ മുൻഗാമി ചോദിച്ചാൽ അത് GATT ആണ് കേട്ടോ. ഈ GATT കരാർ ഒപ്പുവെച്ചത് 47 ഒക്ടോബർ 30 48 ജനുവരി 1 ഇത് നിലവിൽ വന്നു. അടുത്തത് ലോക ബാങ്ക്, ദ വേൾഡ് ബാങ്ക്. ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടൺ. വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ. നിലവിൽ വന്നത് 1945 ബ്രട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധി എന്നിവയാണ്. ബ്രട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയുമാണ്. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം നടക്കുന്നത് അമേരിക്കയിലെ ബ്രട്ടൺ വുഡിലാണ് 1944. അമേരിക്കൻ പ്രസിഡന്റാണ് ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നതാണ്. അപ്പം ലോകബാങ്കിൻ്റെ ആപ്തവാക്യമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി. ലോകബാങ്കിൽ നിന്നും വായ്പയെടുത്ത ആദ്യ രാജ്യം ഫ്രാൻസ് ആണ്. തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ടത് ലോകബാങ്കാണ്. തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ടത് ലോകബാങ്കാണ്. ലോക വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ലോകബാങ്കാണ്. ലോകബാങ്കിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ് അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്, അന്താരാഷ്ട്ര വികസന നിധി, അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ, ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി, അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രങ്ങൾ. ലോകബാങ്കിൻ്റെ ആദ്യ പ്രസിഡൻ്റായ യൂജിൻ മേയറാണ്. ലോകബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റ് യൂജിൻ മേയറാണ്. നിർദ്ദേശിക്കുന്നത് ആരാണ്? അത് നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റാണ്.
അന്താരാഷ്ട്ര നാണയനിധിയെക്കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ തന്നെയാണ്. IMF അന്താരാഷ്ട്ര നാണയനിധി എന്നാണ് നിലവിൽ വരുന്നത് 1945 പ്രവർത്തനം ആരംഭിക്കുന്നത് 47 മാർച്ച് 1 മുതലാണ്. ഇതിൻ്റെ ഡയറക്ടർ എപ്പോഴും യൂറോപ്പ് ഭൂഖണ്ഡത്തിലെ പൗരനായിരിക്കും. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് പുറത്തിറക്കുന്ന സ്ഥാപനം ഏതാണ്? IMF ആണ്. ബ്രട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് RK ഷൺമുഖം ചെട്ടിയും CD ദേശ്മുഖും. ഇതിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട്? 190 അംഗരാജ്യങ്ങൾ ഉണ്ട്. IMFൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ആദ്യ വനിതയാണ് ക്രിസ്റ്റീന ലഗാർദെ. IMFൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എർവിൻ ഫിഷർ. അടുത്തത് യുനെസ്കോ, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് പാരീസാണ്. സ്ഥാപിച്ചത് 1945 നവംബർ 16 195 അംഗരാജ്യങ്ങളുണ്ട്. എത്ര അംഗരാജ്യങ്ങളുണ്ട്? 195 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. 1945 നവംബർ 6 യുനെസ്കോ സ്ഥാപിതമാകുന്നത്. 195 അംഗരാജ്യങ്ങളുണ്ട് യുനെസ്കോയിൽ. ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ് യുനെസ്കോ. ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്നത് ഈ സംഘടനയാണ്. കലിംഗ പുരസ്കാരം നൽകുന്നത് അന്താരാഷ്ട്ര സംഘടനയാണ്. കലിംഗ പുരസ്കാരം നൽകുന്നത് എന്താണ്? യുനെസ്കോയാണ് കേട്ടോ. 2015 യുനെസ്കോ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. 2016 യുനെസ്കോയുടെ സംരക്ഷിത ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ജൈവ മേഖലയാണ് അഗസ്ത്യമല. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യയിലെ പൈതൃക നഗരങ്ങളാണ് അഹമ്മദാബാദും ജയ്പൂരും. അഹമ്മദാബാദ് 2017 ജയ്പൂർ 2019 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത്. വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഏറ്റവും അധികം സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന രാജ്യം ഇറ്റലിയാണ്. ഇന്ത്യയിൽ നിന്നും നിലവിൽ 40 കേരളങ്ങളാണ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി യൂണിസെഫ്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. 46 ഡിസംബർ 11 ഇത് രൂപം കൊണ്ടു. യൂണിസെഫ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായത് 1953 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് യൂണിസെഫിന് 1965 190 അംഗരാജ്യങ്ങൾ ഇതിൽ നിലവിലുണ്ട്. ഐക്യരാഷ്ട്ര വികസന പരിപാടി ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിൽ. നിലവിൽ വന്നത് എന്നാണ്? 1965. ഇനി പ്രകൃതി സമ്പത്തും മനുഷ്യ വിഭവശേഷിയും വളർത്താൻ വികസ്വര രാജ്യങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര വികസന സംഘടന. ഈ സംഘടനയുടെ വാർഷിക പഠന റിപ്പോർട്ടാണ് മാനവശേഷി വികസന റിപ്പോർട്ട്. 1990 മുതലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. മാനവശേഷി വികസന സൂചിക രൂപപ്പെടുത്തിയത് മെഹബൂബ് ഉൾ ഹക്ക്, അമർത്യ സെൻ എന്നിവരാണ്. മാനവ വികസന സൂചിക എന്ന ആശയത്തിന് രൂപം നൽകിയത് 1990. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നിർണ്ണയിക്കുന്നതിന് UNDP മാനദണ്ഡമാക്കുന്ന സൂചികകളാണ് സാക്ഷരത, ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്തൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് സാക്ഷരതയുണ്ട്, ആയുർദൈർഘ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജീവിത നിലവാരം ഉണ്ട്. ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടിയാണ് അടുത്തത്. 1972 ജൂൺ 5 ഇത് രൂപം കൊള്ളുന്നത്. എവിടെയാണ് ആസ്ഥാനം? നെയ്റോബിയിലാണ് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടിയുടെ ആസ്ഥാനം. പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഇതിൻ്റെ മുദ്രാവാക്യമാണ് എൻവയോൺമെൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ് എന്നത്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ഈ സംഘടനയുടെ മുദ്രാവാക്യം എന്താണ്? എൻവയോൺമെൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ് എന്നതാണ്. 2020 ലോക പരിസ്ഥിതി ദിനത്തിലെ സന്ദേശമാണ് ടൈം ഫോർ നേച്ചർ. വേദി എവിടെയാണ്? കൊളംബോ. 2020 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശമാണ് ടൈം ഫോർ നേച്ചർ എന്നത്. അതിനുശേഷമുള്ളതൊക്കെ നമ്മൾക്ക് പഠിക്കണം കേട്ടോ. ഇനി ലോക പുസ്തക തലസ്ഥാനങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. 2018 ഏതൻസ്, 2019 ഷാർജ, 2020 ക്വാലാലംപൂർ, 2021 ടിബിലിസി, ജോർജിയയിലെ ടിബിലിസി, 2022
ജാര മെക്സിക്കോ, 2020 ഘാനയിലെ അക്ര. ഇവയാണ് പുസ്തക തലസ്ഥാനങ്ങൾ. അടുത്തതാണ് ഭക്ഷ്യ കാർഷിക സംഘടന. ആസ്ഥാനം എവിടെയാണ്? ഇറ്റലിയിലെ റോമാണ് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. അന്താരാഷ്ട്ര കാർഷിക വികസന നിധി രൂപം കൊണ്ടത് 1977 ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ലോകത്തിലെ ദാരിദ്ര്യം കുറയ്ക്കുക, കാർഷിക പുരോഗതിക്കായി പ്രവർത്തിക്കുക, ദുരന്ത സമയങ്ങളിൽ മറ്റ് അടിയന്തര സന്ദർഭങ്ങളിലും അംഗരാജ്യങ്ങൾക്ക് സഹായം എത്തിക്കുക എന്നിവ. 1945 ഒക്ടോബർ 16 ഇത് നിലവിൽ വരുന്നത്. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആപ്തവാക്യമാണ് ലെറ്റ് ദെയർ ബി ബ്രെഡ് എന്നത്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. 17 എന്താണ്? ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനവും ഒക്ടോബർ 17 ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനവുമാണ്. അടുത്തതാണ് യൂണിവേഴ്സൽ തപാൽ യൂണിയൻ. ബേൺ ആണ് ഇതിന്, സ്വിറ്റ്സർലാൻഡിലെ ബേൺ ആണ് ഇതിൻ്റെ ആസ്ഥാനം. അന്താരാഷ്ട്ര തലത്തിൽ തപാൽ സംവിധാനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് UPU എന്നത്. അടുത്ത സംഘടനയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. വിയന്നയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം. 1957 ജൂലൈ 29 ഇത് സ്ഥാപിതമാകുന്നത്. ആപ്തവാക്യം ആണവോർജം സമാധാനത്തിനും വികസനത്തിനും എന്നതാണ്. ആറ്റംസ് ഫോർ പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം സംഘടനയ്ക്ക് ലഭിക്കുന്നത് 2005 ആദ്യത്തെ അധ്യക്ഷൻ സ്റ്റെർലിംഗ് കോൾ ആണ്. അടുത്തതാണ് അന്താരാഷ്ട്ര മാരിടൈം സംഘടന. ഇതിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. 1948 ഇത് നിലവിൽ വന്നു. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള നാവിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, സമുദ്രാർത്തി നിർണ്ണയിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് അന്താരാഷ്ട്ര മാരിടൈം സംഘടന. അപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര സംഘടനകളെക്കുറിച്ചാണ് പഠിച്ചത്. UN കുറിച്ചും അതിൻ്റെ അന്താരാഷ്ട്ര സംഘടനകളെക്കുറിച്ചുമാണ് പഠിച്ചത്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ സംഘടനകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുക, പലതവണ പഠിക്കുക. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ, ആസ്ഥാനങ്ങൾ, ആപ്തവാക്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. ഇതും കൂടി പഠിച്ചപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററി ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതൊക്കെയാണൊന്ന് നോക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ SCERT പാഠപുസ്തകം ബേസ് ചെയ്തിട്ടുള്ള എല്ലാ റെവല്യൂഷൻസിനെ പറ്റിയുമുള്ള ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.